ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് ഇന്നത്തെ വൈകുന്നേരത്തെ അപ്ഡേഷനിലേക്ക് പോവാം. വൈകുന്നേരം വലിയൊരു അടി തന്നെ നടന്നു. അടി എന്ന് പറയാൻ പറ്റത്തില്ല, നല്ലൊരു വാക്കുതർക്കം നടന്നു. അതായത് 3 പെൺകുട്ടികളെയും നല്ല പോലെ ഷാനവാസ് അങ്ങ് വഞ്ചിച്ചു, വൃത്തിക്ക് അങ്ങ് തേച്ചു എന്ന് വേണം പറയാൻ. ആക്ച്വലി അങ്ങനെ മനുഷ്യത്വത്തിൻ്റെ പേര് വിചാരിക്കാം, പക്ഷേ ഷാനവാസ് ഒരു ഗുഡ് പ്ലെയർ ആയതുകൊണ്ട് ഇത് നല്ലൊരു പ്ലെയറുടെ മെൻറ്റാലിറ്റിയാണെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ കുറച്ചൊക്കെ ഒരു മനുഷ്യപ്പറ്റി കാണിക്കാം എന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷെ തോന്നിയിട്ട് കാര്യമില്ല. ഇത് കംപ്ലീറ്റ്ലി ഒരു ഗെയിമാണ്, ഇൻഡിവിജ്വൽ ഗെയിമാണ്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ? ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറയാം. അപ്പം നമുക്ക് പറഞ്ഞു വരാം. അക്ബർ ഷാനവാസിനെ അകത്തേക്ക് കയറ്റിയല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പവർ ഉപയോഗിച്ച് ഷാനവാസിനെ അകത്തേക്ക് കയറ്റി. അപ്പോൾ ഷാനവാസ് വിചാരിക്കുന്ന 2 കാര്യങ്ങളാണ്. ഷാനവാസിൻ്റെ ഇടയ്ക്ക് ഷാനവാസ് ഉള്ളിൽ കയറിയതിന് ശേഷം അടുത്ത ഗെയിം പ്ലാനുമായിട്ട് ജിസൈലിൻ്റെ അടുത്തേക്ക് അക്ബർ പോകുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, അതായത് ജിസേലിന് ഇനി ഉള്ളതെങ്കിലും ഗെയിം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് അക്ബറിനെ അകത്ത് കൊണ്ടുവന്നു എന്നുള്ള കാര്യവും ഇനി എങ്ങനെ ഗെയിം പ്ലാൻ ചെയ്യാമെന്നൊക്കെ ജിസേലുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അത് ജിസേൽ അക്ബറിനോട് പറയുന്നുണ്ട്, അവർ പെട്ടി വെക്കാൻ പോകുന്ന സമയത്ത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അക്ബർ ഒരിടത്തിരിക്കുമ്പോൾ നമ്മുടെ ഷാനവാസ് അടുത്തൂടെ പോകുമ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ട് അകത്തേക്ക് കയറ്റി അങ്ങനൊരു കോൺവെർസേഷൻ വരുമ്പോൾ നീ എന്നെ കയറ്റിയത് ഒന്നുകിൽ ഞാൻ മെഡിസിൻ കഴിക്കുന്നുണ്ടെന്നുള്ള സിമ്പതി കൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് വേറെ എന്തെങ്കിലും വലിയൊരു ഗെയിം പ്ലാൻ ഉണ്ടായിരിക്കാം. ആ കോൺവെർസേഷൻ്റെ ഇടയ്ക്ക് അക്ബർ പറയുന്നുണ്ട്, വയ്യാത്തോണ്ട് ആദ്യത്തെ വട്ടം അങ്ങനെയുള്ള ടോക്കൊക്കെ വന്നതിന് ശേഷം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ കൂടെ നിൽക്കുന്നവരെ ആരെ തന്നെയും വിശ്വാസമില്ല, അതുകൊണ്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പം അക്ബർ പറയുന്നുണ്ട്, നിങ്ങൾ ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പം ഷാനവാസ് പറഞ്ഞു, ഇല്ല ഞാൻ ഉറങ്ങുന്നില്ല, നീ എന്നെ വന്ന് പൊക്കി നോക്കുന്നതും ഒക്കെ നീ ഒറ്റയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ കണ്ണു തുറന്ന് നോക്കാഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾ 2 പേരും കൂടിയാണ് വന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി കണ്ണു തുറന്നേനെ. ഞാൻ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്, ഞാൻ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല, ഇവരെ ആരെയും വിശ്വാസമില്ല. ആക്ച്വലി കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലോ ഞാനും ഷോക്കായിപ്പോയി. വേറൊന്നും കൊണ്ടല്ല, ഈ ജിസേൽ എന്ന് പറയുന്നൊരു പെൺകുട്ടി നല്ല രീതിയിൽ ഉറക്കം മുളച്ചിരുന്ന് ഷാനവാസിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ജിസേൽ മാത്രമല്ല, ബാക്കി 2 പേരും. അതിൽ കുറേശ്ശാണ് ബാക്കി എല്ലാവരും ഉറങ്ങിയിരിക്കുന്നത്. ഷാനവാസാണ് ഏറ്റവും കൂടുതൽ ഉറങ്ങിയിരിക്കുന്നത്. കാരണം എന്താ, ഇവർ കാവലായിട്ട് നിന്നതുകൊണ്ട്. കാരണം ഷാനവാസ് തുടക്കത്തിലേ പറഞ്ഞു, ഇതിലൊരു ഗെയിമേ നടക്കത്തുള്ളൂ, നമ്മൾ ഓരോരുത്തരായിട്ട് ഉറങ്ങി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഗ്രൂപ്പായിട്ട് നിൽക്കുക, ഒരിക്കലും അവരോട് ഇൻഡിവിജ്വൽ കളി കളിക്കാൻ പറഞ്ഞിട്ടില്ല. ഇത് അക്ബറിന് കിട്ടി, ആരെയും വിശ്വാസമില്ലാത്തതാണ്. അത് ബിൻസിയുടെ അടുത്ത് പറയുന്നു, ബിൻസി അവിടെ കിടന്ന് റേസാവുന്നു. ഷാനവാസൊക്കെ പറയണമായിരുന്നു, എന്തോ ഇൻഡിവിജ്വൽ കളി കളിക്കുന്നത് അല്ലാതെ നമ്മൾ ഗ്രൂപ്പിസം അല്ല കളിക്കുന്നത് പറയണമായിരുന്നു. എന്തിന് വിശ്വാസവഞ്ചന കാണിച്ചു, ഞങ്ങളോട് എന്തിനും ഇങ്ങനെ കാണിച്ചു എന്നുള്ള ടോക്ക് വരുന്നുണ്ട്. ആ ടോക്കിനിടയ്ക്ക് ബിൻസി കത്തി കയറിക്കൊണ്ടാണ് പറയുന്നത്, എടീന്ന് വിളിച്ചു ബിൻസി. അപ്പോൾ ബിൻസി പറഞ്ഞു, എടീ പൊടി എന്നൊക്കെ തൻ്റെ നല്ല വീട്ടിലിരിക്കുന്നവരെ വിളിച്ചാൽ മതി, എന്നെ വിളിക്കേണ്ട, എന്നെ ആരും വിളിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ബിൻസിയുടെ വായിന്ന് വീണ്ടും വന്നു, താന്ന് വന്നു. അപ്പം നീ എന്നെ താന്ന് വിളിക്കേണ്ട, നീ വീട്ടിലിരിക്കുന്നവരെ വിളിച്ചാൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ബിൻസിയുടെ വായിന്ന് ഇടയ്ക്കിടയ്ക്ക് താൻ താൻ എന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രതികാരം എന്ന പോലെ നമ്മുടെ ഷാനവാസ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, അതൊക്കെ നീ വിളിക്കേണ്ടവരെ വിളിച്ചാൽ മതി. അപ്പോൾ ഷാനവാസ് ഇക്കാന്ന് പറഞ്ഞിട്ട് ബിൻസി തുടരുന്നുണ്ട്, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, വയ്യാന്നുള്ള കൺസിഡറേഷനൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്കൂടെ ആരാന്ന് ഓർക്കുന്നില്ല, ശരത്താണെന്നൊന്ന് പറയുന്നു. നമ്മുടെ ക്യാപ്റ്റൻ പറഞ്ഞത് ശരിയായി, വയ്യാഴിക ഒരു കാർഡായിട്ട് ഇറക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു സിമ്പതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാനവാസ് ഇറക്കുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു വാക്കുതർക്കം ഉണ്ടായി. അവസാനം ഇവരെല്ലാവരും കൂടി ചോദിക്കുമ്പോഴും ഒരു എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് ഷാനവാസ് നിൽക്കുമ്പോൾ ഷാനവാസിന് ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ അവിടെ കൊടുക്കാനില്ല, നല്ലപോലെ കിടന്ന് മെഴുകുക. ആ സമയത്ത് അക്ബർ പറയുന്നുണ്ട്, കയ്യിൽ നിന്ന് പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പറഞ്ഞു, ഞാൻ പറയട്ടെ. പക്ഷേ പറയുന്നത് നമുക്ക് പോലും മനസ്സിലാവാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. കാരണം കംപ്ലീറ്റ് പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ആരെയും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. അവരൊരു ഗ്രൂപ്പായി നിന്ന് കളിച്ചിട്ട് അവരെ വിശ്വാസമില്ല എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ സിറ്റുവേഷൻ. ആ ഒരു സമയത്ത് ഭയങ്കര ഇതായിപ്പോയി. എനിക്കും ഒരു വല്ലാത്തൊരു ഇത് തോന്നി. ആസ് എ ഗെയിം നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ബെസ്റ്റ് ഗെയിം. ഷാനവാസ് കുറേ കിടന്ന് മെഴുകുന്നുണ്ട്, ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും, അങ്ങനെ ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിച്ച് കൊടുക്കത്തില്ല ഒരിക്കലും. അതൊക്കെയാണ് ഷാനവാസിൻ്റെ ഒരു വാദം വരുന്നത്. പിന്നെ അവസാനം ഇരിക്കുമ്പോൾ പറയുന്നുണ്ട് പുള്ളി, ഇതെൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ എന്ത് പേര് വിളിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ പക്കായിട്ട് ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു. പുള്ളിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണമായിരുന്നു. പുള്ളി അവരെല്ലാം കൂട്ടുപിടിച്ചു, അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ബിൻസി കുറേ സംസാരിച്ചു. അവിടെ എന്തായാലും ഒരു ക്ലാരിറ്റി ഷാനവാസിന് കൊടുക്കാൻ ഇതേവരെ പറ്റിയിട്ടില്ല.
ഇനി പണിപ്പുര ടാസ്കിൻ്റെ അവസാന അവസരമാണ്, അതായത് അവസാന ഘട്ടത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റും ബ്ലാക്കും കല്ലുകൾ പോളിത്തീൻ കവറിൽ പൊതിഞ്ഞിട്ട് ഗാർഡൻ ഏരിയയിൽ ഫുള്ളായിട്ട് കൊണ്ടിടും. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം കേട്ടോ, അതുകൊണ്ട് കേട്ടോ അത് നിർത്തി ഇതിലേക്ക് വന്നു. അപ്പം എല്ലാം കൂടി അങ്ങനെ ഇടുമ്പോഴത്തേക്കിന് ഈ 8 പേരും കൂടി നമ്മുടെ ബിഗ് ബോസ് ഹൗസിൻ്റെ തൊട്ട് പുറത്തുള്ള വരച്ചിരിക്കുന്ന ലൈനിൽ നിൽക്കുക. അവിടുന്ന് ബസർ ടു ബസറാണ്. ബസർ അടിക്കുമ്പോൾ പോയി അതിൽ നിന്ന് എടുക്കുക. ഈ പോളിത്തീൻ കവർ കൊണ്ട് ക്ലോസ് ചെയ്തേക്കുന്നുണ്ട്. ബ്ലാക്ക് ഏതാ വൈറ്റ് ഏതാണെന്ന് അറിയത്തില്ല. ബ്ലാക്കും വൈറ്റും കല്ലുകൾ മാത്രമേ ഉള്ളൂ. ഇതിൽ ബ്ലാക്കിന് ഒന്നുമില്ല, വൈറ്റിനാണ് പോയിന്റ് ഉള്ളത്. അപ്പോൾ ആ 8 പേര് നേരത്തെ പ്ലേ ചെയ്തവർ തന്നെ, അതായത് ഫസ്റ്റ് ഇത് തുടങ്ങുന്ന സമയത്ത് ആർക്കൊക്കെയാണോ ഇത് കിട്ടിയിരിക്കുന്നത് അവർക്ക് മാത്രമേ ഉള്ളൂ കണ്ടിന്യൂസ്ലി കളിക്കാൻ പറ്റണേ. അപ്പോൾ അതിൽ രണ, ബിന്നി, അക്ബർ, ഷാനവാസ്, അനീഷ്, ആര്യൻ, ജിസേൽ, സോറി അതെപ്പോഴും തെറ്റിപ്പോ, ജിസേൽ, അഭിലാഷ്, ഇവർ 8 പേരാണ് മത്സരിച്ചത്. അപ്പം ഇവരിൽ ആരാ വിജയിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിജയിച്ചതിന് മുമ്പ് പറയാം. രണയ്ക്ക് എല്ലാം ബ്ലാക്കാണ് കിട്ടിയിരുന്നത്. ബിന്നിക്ക് 27 വൈറ്റ് സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. അക്ബറിന് 37 സ്റ്റോൺ കിട്ടിയിട്ടുണ്ട് വൈറ്റ്. ഷാനവാസിന് 29 സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. അനീഷിന് 10 വൈറ്റ് സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ആര്യന് 36 വൈറ്റ് സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. അഭിലാഷിന് 29. ജസീലിന് ഒന്നും കിട്ടിയിട്ടില്ല, അതായത് ബ്ലാക്ക് ആണെന്ന് തോന്നുന്നു ഫുള്ള് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വിജയിച്ചേക്കുന്നത് 37 സ്റ്റോണോടുകൂടി അക്ബർ തന്നെയാണ് ഈ ഒരു ടാസ്കും വിജയിച്ചേക്കുന്നത്. അക്ബറും ആര്യനും ഒക്കെ നല്ല ഇഞ്ചുള്ള പോരാട്ടം കേട്ടോ. അപ്പോൾ അക്ബറിന് പണിപ്പുരയിൽ പോകാനാണ് ഇപ്രാവശ്യം അക്ബറിനാണ് പണിപ്പുരയിൽ പോകാനുള്ള അവസരം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അക്ബർ നല്ലൊരു പ്ലെയറാണ്. എനിക്ക് പൊതുവെ അക്ബറിനെയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ഷാനവാസ് മൈൻഡ് ഗെയിമാണ് കൂടുതലും കളിക്കുന്നത് എനിക്ക് തോന്നി. കാരണം മറ്റേ പെൺപിള്ളേരുടെയും മൈൻഡ് മൊത്തം കൂടി വൈറ്റ് വാഷ് ചെയ്ത് സെറ്റാക്കി പുള്ളി എടുത്ത്. രണ്ടാമത്തെ ദിവസം അക്ബറും കൂട്ടരും കൂടി ബിൻസിയെയും ശൈത്യയും കൂടെ ബ്രെയിൻ വാഷ് ചെയ്ത് പുറത്തേക്ക് വിട്ടതും ഷാനവാസ് അവർ വീണ്ടും ഡൈവേർട്ട് ചെയ്തു, അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഷാനവാസ് നല്ലൊരു മൈൻഡ് ഗെയിം ആണ് കളിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അക്ബറും നല്ല രീതിയിൽ ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ട്. അനീഷ് തുടക്കത്തിൽ തൊട്ട് കൊണ്ടുപോകുന്നുണ്ട്, പക്ഷെ അനീഷിൻ്റെ ഗെയിം നല്ലപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് ടൈപ്പ് ഓഫ് ഗെയിമാണ്, ഒറ്റയ്ക്ക് നിന്നുള്ള ഗെയിമാണെന്ന് തോന്നുന്നു പുള്ളി കളിക്കുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ഉണ്ട്. അതേപോലെ ശരത്തിന് ഉള്ളതെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല അത് എന്ത് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജിയാണ്. പക്ഷേ കൂടുതലും ഈ പെൺപിള്ളേരെടുത്തും അവരുടെ ഇവിടെയൊക്കെ പോയി ഒരു കുത്തിത്തിരിപ്പ് സ്വഭാവം കാണിക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. അപ്പോൾ ബാക്കി ഇനി ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം, വീഡിയോയിലൂടെയോ ലൈവിലൂടെയോ, മിക്കവാറും വീഡിയോയിലൂടെ ആയിരിക്കും. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ 4ാമത്തെ ദിവസത്തിലെ ഇനി എന്തെങ്കിലും മെയിനായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അതും അപ്ഡേറ്റ് ചെയ്യും. 4ാമത്തെ ദിവസത്തെ നൈറ്റിൽ ഈ ടാസ്കും പണിപ്പുര ടാസ്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഓൾസോ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ബൈ ബൈ.